ഹലോ ഗൈസ്, അപ്പം നമ്മളെ കയ്യിൽ ഈ ഒരു ഫോം ക്ലേ കിട്ടിയ അന്ന് മുതൽ പിന്നെ എനിക്ക് മനസ്സമാധാനമില്ല. കാരണം ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ടൈം 11 മണി ആയിട്ടുണ്ട്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും. പിന്നെ നമ്മൾ അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്ന എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഫോം ക്ലേ വെച്ച് ചെയ്യുന്ന കുറേ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിവിടെ ഈ ഒരു ഫോം ക്ലേ വെച്ചിട്ട് ഒരു ഫെയറി ഹൗസ് ആണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു ഫെയറി മഷ്റൂം ഹൗസ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഫെയറി ടൈൽസിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് വീടില്ലേ, ഭയങ്കര രസമാണല്ലോ കാണാനായിട്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലാണ് താജ്മഹൽ പണിതെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും മതി. അതിന്റെ മുകളിലാണ് ഈ ഒരു ഫോം ക്ലേ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഈ അടുത്തായിട്ട് ഗോഡ് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ഫോം ക്ലേക്ക് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു 4 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫോം ക്ലേ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോം ക്ലേ വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കാ കിട്ടാമെന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, കാരണം നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നുണ്ടാവും. ഫോം ക്ലേ ഇഷ്ടമുള്ളവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ, ഒന്നും നോക്കണ്ട, കിട്ടി പോയാൽ പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വീടിന്റെ പണി ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇതിന്റെ വാതിലും ജനലും വരുന്ന ഭാഗം ഇതുപോലെ ക്ലേ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഒരു ബ്രൗൺ കളറിലുള്ള ഫോം ക്ലേ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഞാൻ ചെയ്ത് വെച്ചാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പെർഫെക്റ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൈം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, കാരണം ഞാൻ ബേബീനെ ഉറക്കി കിടത്തിയിട്ടോ അല്ലെങ്കിൽ ആരടുത്തെങ്കിലും കൊടുത്തിട്ടായിരിക്കും വീഡിയോ എടുക്കാൻ ഇരുന്നിട്ടുണ്ടാവുക. ഇപ്പം തന്നെ സമയം 12 മണി ആവാറായി. ഏകദേശം 1 മണിക്കൂറിലേറെ ടൈം നമ്മളിതിന് എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ഒരു 3 മിനിറ്റ് ഉള്ളെങ്കിലും നമ്മളിതിനൊരു 1.5 മണിക്കൂർ എന്താണെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊരു ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി റെഡ് ക്ലേ എടുത്തിട്ട് അതൊന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് ആ മഷ്റൂമിന്റെ മുകളിൽ വരുന്ന ആ ഒരു സംഭവം ഇല്ലേ, അത് ചെയ്തെടുക്കാം. ഇനി അതിന്റെ മുകളിലായിട്ട് വൈറ്റ് ക്ലേ ഉരുട്ടി പരത്തിയിട്ട് പല പല സൈസിലാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഫെയറി ടൈൽസിലൊക്കെ കാണുന്ന ഒരു മഷ്റൂം ഇല്ലേ, ആ ഒരു സംഭവമാണ് ചെയ്തെടുത്തിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല LED ലൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ ഒരു സ്ട്രിങ് ലൈറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, അത് അതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അതിലിട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതിലൊരു എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. അപ്പോൾ നോക്കുമ്പം നമുക്ക് അടിയിൽ കുറച്ചൊരു ഗ്രാസ് പോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് ഫിനിഷ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഗ്രീൻ ക്ലേ എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി പരത്തി നീട്ടി എടുത്തിട്ട് ഇങ്ങനെ ഏകദേശം ഒരു ഗ്രാസിൻ്റെ പോലെ ആക്കി എടുത്തിട്ട് അതും അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സംഭവം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സാണ് നമുക്ക് ഓരോ വീഡിയോസും ചെയ്യാനുള്ള പ്രചോദനമായിട്ട് വരുന്നത്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.